മാഷാ അല്ലാ മാഷാ അല്ലാ. അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്. ഇന്നത്തെ കേരളത്തിൻ്റെ മതകീയ സാഹചര്യത്തിൽ ഇത്ര പ്രസക്തിയുള്ളൊരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ വേറെ ഉണ്ടോയെന്ന് പറഞ്ഞ സംശയമാണ്. ജീവിതകാലം മുഴുവൻ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമക്കും അതിൻ്റെ സേവനങ്ങൾക്കും അതിൻ്റെ എതിരാളികളെ പ്രതിരോധിക്കാനും ഇങ്ങനെ രംഗത്തിറങ്ങുന്ന ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യൻ. വിട്ടത് നോക്കുമ്പോൾ നമുക്കൊക്കെ പലരും പ്രചരിപ്പിച്ച കുപ്രചരണങ്ങൾ ഇങ്ങനെ കണ്ടു നിൽക്കാന്നേ ഉള്ളൂ. അടുത്താൽ ആ മനുഷ്യൻ്റെ മനസ്സും ആ മനുഷ്യനെ പറ്റി നമ്മൾ അറിയുമ്പോഴാണ് അദ്ദേഹത്തിന് സമസ്തയോടും സുന്നത്ത് ജമാഅത്തിനോടുള്ള അവിടെ അടങ്ങാത്ത ആ ഒരു താല്പര്യവും അത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു വ്യഗ്രതയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നു. അതിനെതിരെ അദ്ദേഹത്തിന് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം പിന്നെ എന്ത് വില കൊടുത്തും അതിൻ്റെ കൂടെ നിൽക്കും. സമസ്തയെ ഇങ്ങനെ സ്നേഹിക്കുന്ന സമകാലികരായ ആളുകൾ കുറവാണ്. പലരും സേഫ് സോൺ നോക്കുമ്പോൾ, പലരും തങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ച നോക്കുമ്പോൾ, തങ്ങളുടെ മറ്റ് പല വിഷയത്തിൻ്റെയും അതിനെ ബാധിക്കും ഇതിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയില്ലാത്തൊരു മനുഷ്യൻ എനിക്കെപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാനൊക്കെ SKSF സജീവമായി ഇടപെടുന്ന സമയത്ത് അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി. ഏതൊരു ചെറിയ പ്രവർത്തകൻ്റെ സംശയങ്ങളും തീർത്തു കൊടുക്കാനും വളരെ ക്ഷമാശീലനും. എവിടുന്നാണ് അദ്ദേഹത്തിന് ഈ മനക്കരുത്ത് കിട്ടിയെന്നറിയില്ല. അദ്ദേഹത്തെ വേട്ടയാടാൻ ഒരുപാട് ആൾ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിശിതമായി വിമർശിച്ചിരുന്നു. അദ്ദേഹം ആദർശപരമായിട്ടാണ് വിമർശിക്കുന്നത്. NDF ഇവിടെ തീവ്രവാദ വിഷയവുമായി വന്ന സമയത്ത് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, അന്ന് NDFകാർക്ക് ഹമീദ് ഫൈസിനെ അരച്ച് കൊടുത്താൽ വലിച്ചു കുടിച്ചിരുന്നു. ആ കോലത്തിലായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള എന്തെല്ലാമായിരുന്നു ഹമീദ് ഫൈസിക്കെതിരെ അവരൊക്കെ തട്ടിവിട്ടിരുന്നത്. പക്ഷേ എന്തുണ്ടായി? ഒന്നും വിലപ്പോയില്ലല്ലോ. അള്ളാഹുവിൻ്റെ കാവൽ. അതിനുശേഷം വിഘടിതർ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ 100ാം വാർഷികം പ്രഖ്യാപിച്ചു അറിഞ്ഞങ്ങാണ്ട് അതൊക്കെ ചാപ്പിള്ളയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ വിഘടിതർ കുടുങ്ങിപ്പോയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 89 80ൻ്റെ ലാസ്റ്റിൽ SSF ഒക്കെ വഴിതെറ്റുന്നു എന്ന് കണ്ടപ്പോൾ, ഉസ്താദ്മാർക്കെതിരെ തിരിയുന്നു എന്ന് കണ്ടപ്പോൾ അന്ന് രംഗത്ത് വന്നതാണ് ഈ മനുഷ്യൻ സജീവമായി. പട്ടിക്കാട് പഠിക്കണം. അന്ന് അതിനെതിരെ ശക്തമായ രംഗത്ത് വന്ന് അവരെ തിരുത്താൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അവർക്കെതിരെ നീങ്ങി അത്രയും കാര്യങ്ങൾ നീങ്ങി വളരെ ശക്തമായി പ്രവർത്തിച്ചു. വിഘടിതർക്കതൊക്കെ ഹമീദ് ഫൈസി എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അന്ന് കേൾക്കുമ്പോഴേക്ക് അരിശമായിരുന്നു. വിഘടിതർക്കൊക്കെ ഹമീദ് ഫൈസിനെ എവിടെ ചെന്നാൽ. ഇപ്പം ലാസ്റ്റ് നോക്കി ആ മുടിൻ്റെ വിഷയം, പലരും അപ്പോഴും സേഫ് സോണിലാണ് ഇരുന്നത്. മുടി വിഷയത്തിൽ പരസ്യമായി രംഗത്തിറങ്ങാൻ പലർക്കും മടിയുണ്ടായിരുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യമല്ല, അതൊരു വ്യാജമാണെന്ന് മനസ്സിലായപ്പോൾ ഹമീദ് ഫൈസിയാണ് മുന്നിൽ നിന്ന് നയിച്ചത് ശക്തമായിട്ട്. അവസാനം എന്തുണ്ടായി? അവർക്ക് തന്നെ പരാജയം സമ്മതിക്കേണ്ടി വന്നില്ലേ? ഇപ്പം എവിടെ മുടിയും കാടിയും പൊട്ടിയൊന്നുമില്ലല്ലോ, ഒക്കെ വലിച്ചെറിയേണ്ടി വന്നു. അദ്ദേഹം നയിച്ച പോരാട്ടങ്ങളൊക്കെ വിജയം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ CIC വിഷയം നോക്കി നിങ്ങൾ, പലരും സേഫ് സോണിലേക്ക് മാറിയപ്പോൾ ഹമീദ് ഫൈസിയാണല്ലോ പിന്നെ രംഗത്ത് വന്നത് സജീവമായി. അത് സമസ്ത തീരുമാനം എടുത്തു. അപ്പം പിന്നെ മൂപ്പർ രംഗത്ത് വന്നു. പിന്നെ കുറേ ആൾക്കാർ കുണയും മറ്റും പറഞ്ഞ് മൂപ്പരക്കെതിരെ വ്യാജ ആരോപണങ്ങൾ മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞിട്ട് മൂപ്പരെ തളർത്താൻ നോക്കി. എവിടുന്നാണ് ഈ മനുഷ്യന് ഈ മനക്കരുത്ത് കിട്ടിയെന്നാണ് ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ മനക്കരുത്ത് നമുക്കിപ്പോൾ ഇപ്പോൾ ദണ്ഡങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്ന അതിനെപ്പറ്റി അദ്ദേഹത്തിന് ഒരു അവാർഡ് പ്രഖ്യാപിച്ചു, മസ്കറ്റ് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ. മാഷാ അല്ലാഹ്. അതോടുകൂടി എന്തെല്ലോ ആൾക്കാർ, പക്ഷേ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. ഇപ്പം അദ്ദേഹം ഒരു
പിന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ഒരു എന്നാൽ അദ്ദേഹം പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളും മറ്റുള്ളവരുടെ ആചാരങ്ങളും തുടരട്ടെ, നമുക്ക് സൗഹാർദ്ദത്തിൽ ജീവിക്കാം. മറ്റൊന്ന് ആഘോഷിക്കാനല്ല, ഒരു വിഭാഗം മറ്റൊരാളുടേത് ആഘോഷിക്കാനല്ല, അവരവൻ്റെത് അവരവൻ ആഘോഷിക്കുകയും അതുപോലെ മറ്റുള്ളവരോട് സൗഹൃദത്തിൽ വളരെ മാന്യമായ നിലക്ക് നിലനിൽക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതാണ് നമ്മുടെ പാരമ്പര്യം. ക്രിസ്മസ് ക്രിസ്ത്യാനികൾ ആഘോഷിക്കുമ്പോൾ അവരെ ആഘോഷിക്കട്ടെ, അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളുണ്ട്. പക്ഷെ മുസ്ലിമീങ്ങളത് ആഘോഷിക്കണമെന്നില്ലല്ലോ. ഈ വിഷയം പറഞ്ഞതിൻ്റെ പേരിൽ എത്ര ആൾ കുത്തിവലിച്ചു. മനുഷ്യന് ഒന്നും പറ്റൂല. അമീദ് ഫൈസിൻ്റെ പിന്നാലെ കൂടുന്ന ആൾക്കാരോട് ഒറ്റ വർത്താനം നമുക്ക് പറയാനുള്ളൂ. മർഹൂം KT മാനു മുസ്ലിയാരുടെയും മഹാനായ മൗലാന നാട്ടിക മൂസ മുസ്ലിയാരുടെയും കളരിയിൽ 18 പയറ്റി എല്ലാം തികഞ്ഞു നിൽക്കുന്ന ഈ പടനായകൻ മർഹൂം കുട്ടി മുസ്ലിയാരുടെ ഈ മകനെ തളർത്താൻ ഒരു മാഫികൾക്കും കഴിയില്ല, ഒരു കൂട്ടങ്ങൾക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. കാരണം നിങ്ങൾ പഠിച്ച കളരിയിൽ നിന്നല്ല മഹാനായ ഹമീദ് ഫൈസി അമ്പലക്കടവ് കളരി പഠിച്ചിട്ടുള്ളത്. അത് നാട്ടിക മൂസ മുസ്ലിയാരുടെയും മർഹൂം KT മാനു മുസ്ലിയാരുടെയും കളരിയിൽ നിന്നാണ്. 10 മാറ്റിൻ്റെ തിളക്കത്തോടുകൂടെ നിങ്ങൾക്ക് അദ്ദേഹത്തെ എന്നും കാണാം. ഒരു കാലം വരും, അന്ന് നിങ്ങളും പറയും, ഞങ്ങൾ ഹമീദ് ഫൈസിക്കെതിരെ ചമച്ച കളവുകൾക്ക് നിങ്ങൾ മാപ്പ് തരണേ എന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുന്നൊരു കാലം വരും, ഉറപ്പ്. അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. തഹജ്ജുദ് നിസ്കരിച്ചാൽ മനുഷ്യന് ദ്വയർന്നോളി മനുഷ്യന്മാരെ. അള്ളാഹു അദ്ദേഹത്തിന് വലിയ ശക്തിയും മനഃശക്തിയും നൽകട്ടെ. അസ്സലാമു അലൈക്കും.